ജനം TV സംഘടിപ്പിക്കുന്ന ജനസഭയ്ക്ക് ഇന്ന് തുടക്കമാകും. സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ജനസഭ കളമൊരുക്കുന്നത്. പൊതുജനങ്ങൾക്ക് നേരിട്ട് ജനസഭയുടെ ഭാഗമാകാൻ സാധിക്കും. ഇന്ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വൈകിട്ട് 7:30 പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ ആത്മീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗാന്ധി പാർക്കിലാണ്. വൈകിട്ട് 7:30 തത്സമയം പ്രേക്ഷകർക്ക് ജനം TVയിലൂടെ ജനസഭയുടെ പ്രതികരണങ്ങൾ കാണാവുന്നതാണ്. ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്താം എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ തോന്നിവാസവുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതികരിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വേദിയാണ് ജനം TV ഒരുക്കുന്നത്. ജനസഭയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ജനം TV സംഘടിപ്പിക്കുന്ന ജനസഭ ഇന്ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ്. സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം തന്നെയാണ് ചർച്ചയാകുന്നത്. ജനസഭ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു കളം ഒരുക്കുന്നു എന്നുള്ളതാണ്. വിനീഷാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീഷ്, ഇന്ന് ജനസഭയ്ക്ക് തുടക്കമാകുന്നു. തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് ഇന്ന് നമ്മുടെ പരിപാടി നടക്കുന്നത്. 7:30 വിനീഷ്, എങ്ങനെയാണ് നമ്മുടെ ഒരു സജ്ജീകരണങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനം TV ജനസഭകളുമായി ജനങ്ങളോട് സംവദിക്കാൻ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലെ സർക്കാർ നിലപാട് എന്താണ്, സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുക, പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജനം TV വീണ്ടും ജനസഭയായിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വൈകുന്നേരം 7 മണിക്കാണ് ആരംഭിക്കുന്നത്. ലൈവായി തന്നെയാണ് നമ്മുടെ ജനം TVയുടെ ഈ സംവാദ പരിപാടിയുടെ സംപ്രേഷണം. 7:30 മണി മുതൽ കൃത്യമായി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ ആത്മീയ രംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തുകൊണ്ട്, സാധാരണക്കാരായ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള പൊതുസമക്ഷമുള്ള ജനസഭയ്ക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ കടന്ന് ജനസഭ പന്തളത്തെത്തും. എന്തായിരുന്നാലും അതിനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം 7:30 ജനസഭ ഗാന്ധി പാർക്കിൽ അരങ്ങേറുന്നത്. ശരി വിനീഷ്, എന്തായാലും ആഗോള ഭക്ത സംഗമം, സർക്കാർ അയ്യപ്പ ഭക്തർക്ക് വേണ്ടാത്ത ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് ജനം TV ഒരുക്കുന്നത്. ജനസഭ ഇന്ന് തുടങ്ങുകയാണ്. സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇനി ഒരു തുറന്ന വേദിയാണ് നമ്മൾ ഒരുക്കുന്നത്. പൊതുജനങ്ങൾക്ക് നേരിട്ട് ജനസഭയുടെ ഭാഗമാകാൻ സാധിക്കും. ഇന്ന് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിലാണ് പരിപാടി. വൈകിട്ട് 7:30 പരിപാടി ആരംഭിക്കും. വിവിധ രാഷ്ട്രീയ ആത്മീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങൾ, തത്സമയ പ്രതികരണങ്ങൾ, ഈ പരിപാടി തത്സമയമായി തന്നെ ജനം TV പ്രേക്ഷകർക്ക് ജനം TVയിലൂടെ കാണാനും സാധിക്കും. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.